നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ UDF LDF കൌൺസിലർമാർ തമ്മിൽ വാക്കേറ്റം. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വാക്കേറ്റം. ഗുരുവായൂർ ക്ഷേത്ര വികസനം ഭൂമി ഏറ്റെടുക്കുന്നതിലെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആശങ്കകൾ പരിഹരിക്കാൻ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച വ്യാപാരികൾ. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 32 വർഷം തടവ്. വെള്ളറക്കാട് സ്വദേശി ഇബ്രാഹിമിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ചേലക്കരയിൽ തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട വാഹനത്തിലിടിച്ചു മറിഞ്ഞ യാത്രക്കാരന് ദാരുണാന്ത്യം. തോന്നൂർക്കര സ്വദേശി നാരായണൻകുട്ടിയാണ് മരിച്ചത്. വെള്ളാഞ്ചിറ കാൽവരിക്കുന്നിൽ പൂട്ടിക്കിടന്ന വീട് കത്തിനശിച്ചു. വീടിനകത്ത് ജാതിപത്രി ഉണക്കാനിട്ട തീയാണ് വീട്ടിലേക്ക് പടർന്നത്. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്ക് വിഷയത്തിൽ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം. ബാങ്കിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടാലോ തനിക്കെതിരെ കേസ് വന്നാലോ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് ചെയർമാൻ MP ജാക്സൺ പറഞ്ഞു. നഗരസഭ കൌൺസിൽ യോഗത്തിൽ പ്ലക്കാർഡുകളുമായാണ് LDF രംഗത്തെത്തിയത്. നിക്ഷേപകർക്ക് പണം നൽകാൻ നടപടി സ്വീകരിക്കുക, ബാങ്ക് വിഷയത്തിൽ നഗരസഭാ ചെയർമാൻ നിലപാട് വ്യക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. തുടർന്ന് ഭരണപക്ഷമായ UDF അംഗങ്ങളുമായി വാക്കേറ്റമുണ്ടായി. വാക്കേറ്റം കയ്യങ്കളിയിലേക്ക് എത്തിയെങ്കിലും മുതിർന്ന കൌൺസിലർമാർ ഇടപെട്ട് രംഗം ശാന്തമാക്കി. എന്നാൽ പിന്നീട് സംസാരിച്ച BJP കൌൺസിലർ TK ഷാജുവുമായും LDF കൌൺസിലർമാർ കൊമ്പുകോർത്തു. കരുവന്നൂർ ബാങ്ക് വിഷയമാണ് വാക്പോരിലേക്ക് നയിച്ചത്. മറുപടി പറഞ്ഞ ചെയർമാൻ MP ജാക്സൺ നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടില്ലെന്ന് അറിയിച്ചു. RBI നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭരണസമിതി തിരിച്ചെത്തിയാൽ സമയബന്ധിതമായി നിക്ഷേപകർക്ക് പണം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അനാവശ്യമായി തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും MP ജാക്സൺ വ്യക്തമാക്കി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് വിഷയത്തിൽ നഗരസഭാ ചെയർമാൻ MP ജാക്സണും കൂട്ടുനിന്ന കൌൺസിലർമാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട BJPയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. നഗരസഭാ ഓഫീസിനു മുൻപിൽ ഇരിങ്ങാലക്കുട പോലീസ് മാർച്ച് തടഞ്ഞു. BJP സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷയായിരുന്നു. ആളൂർ മണ്ഡലം പ്രസിഡന്റ് PS സുബീഷ്, ഇരിങ്ങാലക്കുട മണ്ഡലം ജനറൽ സെക്രട്ടറി, തൃശൂർ സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട, ആളൂർ മണ്ഡലം പ്രഭാരി ലോചനൻ അമ്പാട്ട്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ VC രമേശ്, ജിതേഷ് മോഹൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്ര വികസനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിലെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആശങ്കകൾ പരിഹരിക്കാൻ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ വ്യാപാരികൾ പ്രതിഷേധം അറിയിച്ചു. നേരത്തെ ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അവതരിപ്പിച്ചു. ആരെയും വിഷമിപ്പിക്കാതെയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചു മാത്രമേ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയുള്ളൂ എന്ന് മന്ത്രി വ്യക്തമാക്കി. ഭൂമി നഷ്ടപ്പെടുന്നവരുടെയും വ്യാപാരികളുടെയും ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കാനായി വിപുലമായ യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. ആരുടെയും കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ടുള്ള ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് ദേവസ്വം ചെയർമാൻ AB ഗോപിനാഥ് വ്യക്തമാക്കി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം, MLAമാരായ NK അക്ബർ, ഗീതാ ഗോപി, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി, വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, GK പ്രകാശൻ, OKR മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടതുപക്ഷ കാലത്തെ ദേവസ്വം ബോർഡുകളുടെ കാലാവധി പൂർത്തീകരിക്കാൻ അനുവദിക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നവീകരിച്ച കൌസ്തുഭം റെസ്റ്റ് ഹൌസിന്റെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടാൻ സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. നിയമനം നടത്താനുള്ള അധികാരം ഗുരുവായൂർ ദേവസ്വത്തിനാണ്. ഇക്കാര്യത്തിൽ ഇനി സുപ്രീംകോടതിയിൽ പോകേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. നിലവിലെ ദേവസ്വം ബോർഡുകൾ സർക്കാരുമായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായാണ് ചില അഭിപ്രായ വ്യത്യാസമുള്ളത്. ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ ഭക്തരോട് ധാർഷ്ട്യത്തോടെ പെരുമാറുന്നതായി ആക്ഷേപമുണ്ട്. ഇത് മാറ്റിയെടുക്കാനായി ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമാകണം. സാമ്പത്തിക കാര്യങ്ങളിലെ കോടതി ഇടപെടലുകൾ സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂർ ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്ററെ ഉടൻ നിയമിക്കും. ദേവന്റെ സ്വത്ത് കൈയിട്ട് വാരില്ലെന്ന് ഉറപ്പുള്ള ആളെ മാത്രമേ നിയമിക്കൂ.
ഇക്കാര്യത്തിൽ ഒരു ശുപാർശയും സ്വീകരിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷനായി. NK അക്ബർ MLA, ദേവസ്വം സെക്രട്ടറി MG രാജമാണിക്യം, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ C മനോജ് B നായർ, KS ബാലഗോപാൽ, MU ഷിനിജ, അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുള്ള ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭക്തർക്ക് ചുരുങ്ങിയ ചെലവിൽ താമസിക്കുന്നതിനായി 13.5 കോടി രൂപ ചെലവിലാണ് കൗസ്തുഭം നവീകരിച്ചത്. TCV ഗുരുവായൂർ. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 32 വർഷം തടവും 1,20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വെള്ളറക്കാട് ദുബായ് റോഡ് അരങ്ങത്തുപറമ്പിൽ 63 വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2025-ലാണ് കേസിനാസ്പദമായ സംഭവം. കുടുംബസുഹൃത്തായിരുന്ന ഇബ്രാഹിം അതിജീവിതയും വീട്ടിലെ മറ്റു കുട്ടികൾക്കും മിഠായിയും ഐസ്ക്രീമും വാങ്ങിച്ചുകൊടുത്ത് കുട്ടികളുമായി അടുപ്പം സ്ഥാപിക്കുകയായിരുന്നു. പ്രതി അതിജീവിതയെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി പലതവണ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. സ്പെഷ്യൽ കോടതി ജഡ്ജി S. സുധീഷ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനുവേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ES സീനത്ത് കോടതിയിൽ ഹാജരായി. പതിനെട്ടുകാരിയോട് അപമര്യാദയായി പെരുമാറിയ പൂജാരിക്ക് 4 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. കർണാടക സ്വദേശി പ്രദീക് മെഹന്തലിനെയാണ് ചാവക്കാട് അതിവേഗ കോടതി ശിക്ഷിച്ചത്. 2025-ലാണ് കേസിനാസ്പദമായ സംഭവം. ഏങ്ങണ്ടിയൂർ പൊക്കുളങ്ങര ക്ഷേത്രത്തിൽ തൊഴാൻ വന്ന പെൺകുട്ടിയോട് പൂജാരി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ദേഹത്ത് കയറിപ്പിടിച്ചുവെന്നാണ് കേസ്. പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് C. നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട വാഹനത്തിലിടിച്ചു മറിഞ്ഞ് യാത്രക്കാരന് ദാരുണാന്ത്യം. തോന്നൂർക്കര AUP സ്കൂൾ ജീവനക്കാരനായ എടപ്പാടത്ത് വീട്ടിൽ 40 വയസ്സുള്ള നാരായണൻകുട്ടിയാണ് മരിച്ചത്. ചേലക്കര സെന്റ് ജോർജ് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ചേലക്കരയിൽ നിന്നും തോന്നൂർക്കരയിലുള്ള സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ നായ കുറുകെ ചാടുകയായിരുന്നു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ഇടിച്ചു മറിഞ്ഞു. അപകടം നടന്നയുടൻ നാട്ടുകാർ നാരായണൻകുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെള്ളാഞ്ചിറ കാൽവരിക്കുന്നിൽ പൂട്ടിക്കിടന്ന വീട് കത്തിനശിച്ചു. ആച്ചാണ്ടി ഷൈജുവിന്റെ ഷീറ്റ് മേഞ്ഞ വീടാണ് കത്തിനശിച്ചത്. വീടിനകത്ത് ജാതിപത്രി ഉണക്കുന്നതിനിട്ട തീയാണ് പിന്നീട് AC-യുടെ കേബിളിൽ പടർന്ന് അപകടത്തിന് വഴിവെച്ചത്. വീട് പൂർണ്ണമായും കത്തിയമർന്നു. ഷൈജുവും കുടുംബാംഗങ്ങളും സ്ഥലത്തുണ്ടായിരുന്നില്ല. തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചത്. ചാലക്കുടി, മാള എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. തിരുവനന്തപുരത്ത് യുവതിയോടൊപ്പം ലോഡ്ജിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മർദ്ദനമേറ്റ കൊടുങ്ങല്ലൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ പുറത്താക്കാൻ CPM നേതൃത്വത്തിന്റെ തീരുമാനം. കൊടുങ്ങല്ലൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹാഷിക്കിനെതിരായാണ് നടപടി. CPMന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതോടൊപ്പം ഹാഷിക്കിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വിവിധ തദ്ദേശ സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാനും നിർദ്ദേശിക്കുമെന്നാണ് സൂചന. കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനം ജില്ലാ കമ്മിറ്റിയുടെ അനുമതിയോടെ അടുത്ത ദിവസങ്ങളിൽ നടപടിയുണ്ടായേക്കും. തിരുവനന്തപുരത്ത് ലോഡ്ജിൽ വെച്ച യുവതിയോടൊപ്പം കണ്ടെത്തിയ ഹാഷിക്കിനെ ഒരു സംഘം മർദ്ദിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് BJPയും കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതിനിടെയാണ് CPMന്റെ നടപടി. ശ്രീനാരായണപുരം പള്ളിനടയിൽ പുലിയെ കണ്ടതായി അഭ്യൂഹം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക സ്കൂളിന് വടക്കുവശത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത്. പുലിയോട് സാമ്യമുള്ള മൃഗത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിൽ തന്റെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടതായി പരിസരവാസിയായ പന്തലാം കുളത്തിങ്കൽ അൻസാരി പറഞ്ഞു. അൻസാരി വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും പ്രദേശത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. അൻസാരിയുടെ വീട്ടുമുറ്റത്ത് കാണപ്പെട്ട കാലടിപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാണെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് അധികൃതർ. എന്നാൽ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ക്ലാസ് മുറിയിൽ വെച്ച അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ SFI വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വരവൂർ LP സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് സ്കൂളിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. തുടർന്ന് സ്കൂൾ പരിസരത്ത് നടന്ന പ്രതിഷേധ പൊതുയോഗം SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആൽവിൻ ഷാജി ഉദ്ഘാടനം ചെയ്തു. SFI വള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി VL കണ്ണൻ, ചേലക്കര ഏരിയ സെക്രട്ടറി അഭിലാഷ്, ആദിത്യൻ, അഭിജിത്ത് എന്നിവർ സംസാരിച്ചു. കുറ്റക്കാരനായ അധ്യാപകനെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് SFI ആവശ്യപ്പെട്ടു. അങ്ങനെ വായിൽ നിന്നും വരുന്നതെന്തോ തന്റെ ഫ്രസ്ട്രേഷൻ ഉൾപ്പെടെ
വരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ വിശദീകരണവുമായി അധ്യാപകൻ മണികണ്ഠൻ. കാഴ്ചപരിമിതിയുള്ള തന്നെ കളിയാക്കിയതുകൊണ്ടാണ് മർദ്ദിച്ചത്. ഒരിക്കലും താൻ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നുവെന്നും അധ്യാപകൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ വന്നതിനെ തുടർന്നാണ് മർദ്ദന വിവരം പുറത്തറിഞ്ഞത്. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ പിതാവ് ബാലാവകാശ കമ്മീഷനും പോലീസിലും പരാതി നൽകിയതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് കേസെടുത്തിരുന്നു. വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ വകുപ്പ് സെക്രട്ടറിയോട് വിശദമായ റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. നവമാധ്യമങ്ങളിൽ എന്നെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ച സംഭവം കൂടി നിങ്ങളെല്ലാവരും ഒന്ന് അറിയണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോയിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർ വാതിലിൽ വന്ന് തട്ടുന്നു. കുട്ടികളോട് എന്തൊരു മെസ്സേജ് കൊടുക്കാനായിട്ടാണ് ടീച്ചർ വരുന്നത്. ടീച്ചർ ക്ലാസ്സിൽ കയറിയ വശം കാണുന്നത് എന്താ മേശപ്പുറത്ത് കയറിയിരിക്കുന്നത് ചോദിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപരിമിതിയുള്ള ഒരാൾ കൊണ്ടാണ് ഞാൻ, തീരെ കാണാത്ത ഒരാളാണ്. അപ്പോൾ ഇത്രയും 10-40 കുട്ടികൾ ആ ക്ലാസ്സിലിരിക്കുന്നു. അവരുടെ മുന്നിൽ ഒരു കോമാളിയാക്കിയിട്ടാണ് എന്നെ കുട്ടി കാണിച്ചിരിക്കുന്നത്. ആ മേശയുടെ മുകളിൽ കയറിയിരിക്കുക. അപ്പോൾ മുൻകാലങ്ങളിലും ആ കുട്ടിയിൽ നിന്നോ മറ്റു കുട്ടികളിൽ നിന്നോ എന്നെ അങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് അത്രയും വിഷമമായി, സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരു പ്രകോപനം ഉണ്ടായി. പെട്ടെന്ന് തോന്നിയൊരു വികാരത്തിലാണ് ഞാൻ ആ കുട്ടിയെ ചെയ്യുന്നത്. ചെയ്യാൻ പാടില്ലാത്താണ്, പറ്റിപ്പോയി. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. സ്കിന്നിന്റെ കാര്യമാണ്, അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തയിലേക്ക്. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധന കാലയളവിന് ശേഷം ചാവക്കാട് മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വീണ്ടും സജീവമാകുന്നു. പുതിയ സീസണിൽ സമൃദ്ധമായ മത്സ്യലഭ്യത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മേഖല. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതോടെ വലിയ പ്രതീക്ഷയിലാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും. കടലിൽ പോകുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ മുനയ്ക്കക്കടവിൽ പുരോഗമിക്കുകയാണ്. വലകളും മറ്റ് മത്സ്യബന്ധന സാമഗ്രികളും ഭക്ഷണ സാധനങ്ങളും ബോട്ടുകളിലേക്ക് കയറ്റുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. മുനയ്ക്കക്കടവ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് 50ഓളം ബോട്ടുകളാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ കടലിലേക്ക് തിരിക്കുന്നത്. ട്രോളിംഗ് നിരോധനത്തിന് തൊട്ടു മുൻപുള്ള കാലയളവിൽ കടലിൽ മത്സ്യലഭ്യത വളരെ കുറവായിരുന്നു. ഇത് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ഉപജീവനത്തെ സാരമായി ബാധിച്ചിരുന്നു. തുടർന്നു 52 ദിവസത്തെ ട്രോളിംഗ് കാലയളവ് കൂടിയായതോടെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് ഇവർ കടന്നുപോയത്. വറുതിയുടെയും കടക്കണിയുടെയും നാളുകൾക്ക് വിരാമമിട്ട് കടലമ്മ കടാക്ഷിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയോടെയാണ് തൊഴിലാളികൾ പുതിയ മത്സ്യബന്ധന സീസണ് വരവേൽക്കുന്നത്. TCV ന്യൂസ്, ചാവക്കാട്. പന്നിത്തടത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. 18 ചാക്ക് ഹാൻസ് പോലീസ് കണ്ടെടുത്തു. ഹാൻസുമായി എത്തിയ ബൊലാറോ പിക്കപ്പ് വാഹനം നിയന്ത്രണം വിട്ട ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പന്നിത്തടം സെന്ററിന് സമീപമുള്ള സിംല ഗ്രൌണ്ടിലേക്ക് മറിയുകയായിരുന്നു. അപകടം നടന്നയുടൻ വാഹനത്തിലുണ്ടായിരുന്നവർ ഹാൻസ് സൂക്ഷിച്ചിരുന്ന ചാക്കുകൾ സമീപത്തെ പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ഓടി രക്ഷപ്പെട്ടു. അപകട വിവരമറിഞ്ഞ എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി വാഹനവും ഹാൻസ് ചാക്കുകളും കസ്റ്റഡിയിലെടുത്തു. പൊന്നാനി രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ്
വാഹനം കേച്ചേരി ഭാഗത്തു നിന്നാണ് വന്നിരുന്നത്. ഓടി രക്ഷപ്പെട്ട 2 പേർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വൻതോതിൽ ലഹരി വസ്തുക്കൾ കടത്താനുള്ള ശ്രമമാണ് വാഹനാപകടത്തോടെ പൊളിഞ്ഞത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കുന്നംകുളം തൃശൂർ റോഡിൽ നിർത്തിയിട്ട കാറിന് പുറകിൽ ബൈക്കിടിച്ച് യുവാവിന് പരിക്കേറ്റു. കേച്ചേരി സ്വദേശി ജിഷ്ണുവിനാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്നും കേച്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് നിർത്തിയിട്ട കാറിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ നിയന്ത്രണം വിട്ട കാർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് തകർത്ത് പറമ്പിലേക്ക് ഇടിച്ചുകയറി. വടക്കേക്കാട് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ടത്. അരൂപ്പാടം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ഇടിച്ച് തകർത്ത ശേഷം വാഹനം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു. അപകടത്തിൽ കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ അധിവസിക്കുന്ന കടപ്പുറം പഞ്ചായത്തിലെ മത്സ്യഭവൻ കെട്ടിടം അധികൃതരുടെ അവഗണന മൂലം നശിക്കുന്നു. കെട്ടിടം നിർമ്മിച്ച് 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇവിടെ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാത്തതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. 2001 കടപ്പുറം പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും സംയുക്തമായാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് മത്സ്യഭവൻ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ 1/4 നൂറ്റാണ്ട് കാലമായിട്ടും ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ പോലും നിയമിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് കടപ്പുറം പഞ്ചായത്ത്. സ്വന്തം പഞ്ചായത്തിൽ മത്സ്യഭവൻ കെട്ടിടമുണ്ടായിട്ടും ആനുകൂല്യങ്ങൾക്കായി പ്രദേശവാസികൾക്ക് കിലോമീറ്ററുകൾ താണ്ടി ചാവക്കാട് നഗരസഭയിലുള്ള ഫിഷറീസ് ഓഫീസിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഉപയോഗശൂന്യമായി കിടക്കുന്നതിനാൽ കെട്ടിടവും പരിസരവും പൂർണ്ണമായും കാട് കയറിയ നിലയിലാണ്. കെട്ടിടത്തിന് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗപ്രദമാക്കണമെന്നും മത്സ്യഭവനിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരും ഫിഷറീസ് വകുപ്പും അടിയന്തരമായി ഇടപെടണമെന്നും മത്സ്യത്തൊഴിലാളി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി ആവശ്യപ്പെട്ടു. TCV ചാവക്കാട്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ചാലക്കുടി എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പ്രത്യേക റെയ്ഡിൽ 2 പേർ പിടിയിലായി. ഇതര സംസ്ഥാനക്കാരായ ബാദൽ സിംഗ് സോൻകർ, ബിർജ് മോഹൻ സോൻകർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 30 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും യുവാക്കൾക്കുമാണ് ഇവർ പുകയില നൽകിയിരുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ KS സജിത്ത്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുകേഷ് കുമാർ, പണ്ടിച്ചാലിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഏനാമാക്കൽ റെഗുലേറ്റർ മുതൽ ചേറ്റുവ അഴിമുഖം വരെ ചണ്ടിയും കുളവാഴയും കരിവാലിയും നിറഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് വല വീശാൻ കഴിയുന്നില്ലെന്ന് പരാതി. കോൾച്ചാലുകളിലെ ചണ്ടിയും കുളവാഴയും കരുവാലി പടർപ്പും യന്ത്രം ഉപയോഗിച്ച് കോരിമാറ്റുന്നതിന് പകരം കരാറുകാർ ഇവ പുഴയിലേക്ക് തള്ളിവിടുകയാണെന്നാണ് പ്രധാന ആക്ഷേപം. ഇതുമൂലമാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലാകുന്നത്. 200ഓളം കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായത്. പുഴയുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന കുളവാഴയും കരുവാലിയും പുഴയുടെ അടിത്തട്ടിലും നിറഞ്ഞിരിക്കുകയാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. ഇവ വലയിൽ കുടുങ്ങി വലകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും മത്സ്യബന്ധനം തടസ്സപ്പെടുകയുമാണ്. ഇതിനെതിരെ കഴിഞ്ഞ 5 വർഷമായി തൊഴിലാളികൾ സമരരംഗത്തുണ്ടെങ്കിലും കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളിൽ നിന്ന് ചണ്ടിയും കുളവാഴയും മറ്റും പുഴയിലേക്ക് തള്ളുന്നത് കരാറുകാർ തുടരുകയാണ്. കുളവാഴയും ചണ്ടിയും കരയിൽ കയറ്റി സംസ്കരിക്കണമെന്ന വ്യവസ്ഥ കരാറുകാർ പാലിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും കുടുംബങ്ങളും. വിവിധ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. ചാഴൂർ കാഞ്ഞിരച്ചുവട് സ്വദേശി പണ്ടത്താറ വീട്ടിൽ ഷൈബിൻ, ചെമ്മാപ്പിള്ളി കായംപള്ളി സ്വദേശി കൊരമ്പി വീട്ടിൽ അനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO VM കേഴ്സൺ, SIമാരായ കൊച്ചുമോൻ, റിജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ വീടിന് മുകളിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ നെൽപ്പണി മഹേഷിന്റെ ഭാര്യ 44 വയസ്സുള്ള ജയപ്രിയയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അപകടം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഔഷധിയിലെ പ്ലാന്റിന്റെ നിർമ്മാണം വൈകിയതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. കുട്ടനെല്ലൂർ ഔഷധിയിലെ ഓയിൽ ആൻഡ് ലേഹ്യം പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്ലാന്റിന്റെ നിർമ്മാണം വൈകിയതുമൂലം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. നിർമ്മാണം പൂർത്തിയാക്കിയിട്ടും പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യാൻ പിന്നെയും വൈകിയതും വലിയ നഷ്ടത്തിനിടയാക്കി. സർക്കാർ ആയുർവേദ ആശുപത്രികളിലെ തെറാപ്പിസ്റ്റുകളുടെ കുറവ് പരിഹരിക്കുമെന്നും താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും മന്ത്രി പറഞ്ഞു. K രാജൻ MLA അധ്യക്ഷത വഹിച്ചു. രാജൻ J. പല്ലൻ MLA, ഔഷധി മാനേജിംഗ് ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന PM ലതാകുമാരി,
ജനറൽ മാനേജർ ഇ ഷിബു, കമ്പനി സെക്രട്ടറി എസ് വിനീത തുടങ്ങിയവർ സംസാരിച്ചു. ഔഷധിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആയുഷ് വകുപ്പിൻ്റെ ഏറ്റവും മികച്ച ഒരു പ്ലാന്റ് കൂടിയാണ് ഔഷധി എന്ന് പറയുന്നത്. ഇവിടെ 100 കണക്കിന് രോഗികൾക്ക് മികച്ച ചികിത്സയും നല്ല രീതിയിൽ പരിചരണവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ചികിത്സാർത്ഥം ഈ സ്ഥാപനത്തിൽ എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ MLA ശ്രീ രാജനെ എനിക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിനോടും പറയാനുള്ളത് ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തയിലേക്ക്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നവീകരിച്ച പുതുക്കാട് നിയോജക മണ്ഡലം ഓഫീസിന്റെ ഉദ്ഘാടനം നിയോജക മണ്ഡലം ചെയർമാൻ PG റിഞ്ചിമോൻ നിർവഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം സെബാസ്റ്റ്യൻ മഞ്ഞളി, ജനറൽ കൺവീനർ ജോയ് പാണ്ടാരി, ട്രഷറർ K ശേഖരൻ, ഡേവിസ് വില്ലടത്തുകാരൻ, തിലകൻ അയ്യഞ്ചിറ, ഫൌസിയ ഷാജഹാൻ, ഷാജു തലോർ, ഉമേഷ് ബാബു, സുമേഷ് നിവേദ്യം തുടങ്ങിയവർ സംസാരിച്ചു. കെട്ടിയിട്ട കോഴിയെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പിടിച്ചു. കിള്ളന്നൂർ വീട്ടിപ്പാറയിൽ പൊന്നാപുരം കുഞ്ഞുമോളുടെ വീട്ടിലാണ് സംഭവം. മറ്റു കോഴികൾ ബഹളം വെച്ചതോടെ വീട്ടുകാർ ഉണർന്നു നോക്കിയപ്പോഴാണ് കോഴിയെ പാതി വിഴുങ്ങിയ നിലയിൽ പെരുമ്പാമ്പിനെ കണ്ടത്. സർപ്പ വളണ്ടിയർ സുധീഷ് കള്ളായി സ്ഥലത്തെത്തി മലമ്പാമ്പിനെ പിടികൂടി പൊങ്ങണംകാട് ഫോറസ്റ്റ് സ്റ്റേഷന് കൈമാറി. ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയനാവുകയാണ് കുന്നംകുളം സ്വദേശിയായ പാസ്റ്റർ CL സണ്ണി. ആത്മീയ രംഗത്ത് എന്ന പോലെ കലാരംഗത്തും സവിശേഷ സാന്നിധ്യമാണ്. 50 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചുവരുന്ന സണ്ണി എന്ന ചിത്രകാരൻ. കാലം മായ്ക്കാത്ത ഒരുപാട് ചരിത്രശേഷിപ്പുകളുടെ കാവലാളായി മാറുന്നതാണ് പാസ്റ്റർ സണ്ണിയുടെ ഓരോ ചിത്രങ്ങളും. കുന്നംകുളത്തിന്റെ നഗരവീഥികളിൽ തുടങ്ങി തൃശൂർ നഗരത്തിലുൾപ്പെടെ ജില്ലയിലെ നഗര-ഗ്രാമവീഥികളിൽ ഇദ്ദേഹത്തിന്റെ ചുമർ ചിത്രങ്ങൾ വേറിട്ട കാഴ്ചയായി മാറുകയാണ്. മുനിസിപ്പാലിറ്റികൾക്കും ആരോഗ്യ വകുപ്പിനും വേണ്ടി നിരവധി ചിത്രങ്ങൾ വരച്ചു. തൃശൂർ കോർപ്പറേഷനു വേണ്ടിയും സ്ഥിരമായി ചിത്രങ്ങൾ വരയ്ക്കുന്നു. തൃശൂർ നഗരത്തിലെ സബ്വേകളിലെ ആകർഷകമായ ചിത്രങ്ങളും ഇദ്ദേഹത്തിന്റെ കലാസൃഷ്ടിയാണ്. കൂടാതെ നഗരത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും പൊതുയിടങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലുമെല്ലാം സണ്ണിയുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ കാണാനാകും. ചുമർ ചിത്രങ്ങൾ വഴി സമൂഹത്തിന് നല്ല മൂല്യങ്ങൾ പകർന്നു നൽകുകയാണ് ലക്ഷ്യമെന്ന് ഈ കലാകാരൻ പറയുന്നു. ശുചിത്വത്തിന്റെ സന്ദേശങ്ങളും ലഹരി വിരുദ്ധ സന്ദേശങ്ങളും സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെയുള്ള സന്ദേശങ്ങളുമാണ് ഗവൺമെന്റ് ഇപ്പോൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഞാൻ ചിത്രങ്ങളിലൂടെയും അത് ആവിഷ്കരിക്കുന്നുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിൽ, ശക്തൻ മാർക്കറ്റിൽ എല്ലാം പടങ്ങളിലൂടെയാണ് അത് ആവിഷ്കരിക്കുന്നത്. ലഹരിയുടെ ലോകത്തു നിന്നും യുവാക്കളെ നേർവഴിക്ക് നയിക്കാൻ ഇത്തരം ചിത്രരചനകൾക്ക് കഴിയുമെന്നും പാസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു. ലഹരിയുടെ പിടിയിലമർന്ന ഒരു ഭൂതകാലം സണ്ണിക്കുമുണ്ടായിരുന്നു. പിന്നീട് ഉറ്റ സുഹൃത്തിന്റെ മരണത്തോടെയാണ് മാനസാന്തരപ്പെട്ട് സുവിശേഷ പ്രഘോഷണത്തിലേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും തിരിഞ്ഞത്. കൊറോണ കാലത്ത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ ചുമരിൽ 20 അടി നീളമുള്ള ചിത്രം വരച്ചായിരുന്നു വരയുടെ ലോകത്തേക്കുള്ള പുനഃപ്രവേശം. പിന്നീട് ഇങ്ങോട്ട് വരയുടെ വർണ്ണപ്രപഞ്ചത്തിൽ സജീവമായി. TCV ന്യൂസ്, തൃശൂർ.
വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം നടത്തി. ഉപജില്ലയിലെ CM കിഡ്സ് LP UP NMMS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമം KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷത വഹിച്ചു. HM ഫോറം കൺവീനർ K നന്ദകുമാർ, പെരിഞ്ഞനം GUPS പ്രധാനാധ്യാപിക EK ഖദീജ B, വികസന സമിതി ജനറൽ കൺവീനർ ശ്രീജ മൌസ്മി, വൈസ് ചെയർമാൻ AA ജാഫർ, കൺവീനർ MA സാദിഖ്, ട്രഷറർ TV വിനോദ്, PTA പ്രസിഡന്റ് TB ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കൃഷിഭവൻ ജനകീയാസൂത്രണ പദ്ധതിയായ പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിവേക് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി സോമൻ, വാർഡ് മെമ്പർമാരായ ഗോവിന്ദൻകുട്ടി, വിജീഷ്, ഷീജ, സതീഷ് കുമാർ, ആനി, ഷാജി വർഗീസ്, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. വലച്ചിറ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഗായകനുമായ TS ആശിഷ് മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ ഫാദർ റാഫി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സിജോ എടപ്പള്ളി, വാർഡ് മെമ്പർ വിൻസെന്റ് പിടിയത്ത്, MPTA പ്രസിഡന്റ് ജൻസി, ഫൈൻ ആർട്സ് സെക്രട്ടറി മാസ്റ്റർ MR അഖിൽ എന്നിവർ സംസാരിച്ചു. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ കരനെൽ കൃഷി വിളവെടുപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ ദീപ സജീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ദീപ് കണിയത്ത്, വാർഡംഗം സിന്ധുമോൾ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പഴമയുടെ തനിമ നിലനിർത്തി വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ പൊഴുതുമാട്ടം നടന്നു. കാർഷിക സംസ്കൃതിയെയും പരമ്പരാഗത കാർഷിക ആചാരങ്ങളെയും തിരികെ പിടിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത്. കോഞ്ചിറ മുത്തിയുടെ തീർത്ഥകേന്ദ്രത്തിലും ഏനാമാവ് കെട്ടുങ്ങൽ ജുമാ മസ്ജിദിലും ഇരുമ്പ്രനെല്ലൂർ ശ്രീകാർത്യായനി ക്ഷേത്രത്തിലും പ്രാർത്ഥനകൾ നടത്തിയും കാണിക്ക സമർപ്പിച്ചുമാണ് പടവു കമ്മിറ്റി ഭാരവാഹികൾ പൊഴുതുമാട്ടത്തിനെത്തിയത്. മുളംകുറ്റികളിൽ പൂമാല ചാർത്തി തെങ്ങോലകൾ മെടഞ്ഞുണക്കിയതുമായി കർഷക തൊഴിലാളികളും ഫാംബണ്ടിലെത്തി. പടവിലെ വീഴ്ചയുള്ള ഭാഗത്ത് മുളംകുറ്റിയടിച്ച് ഓലയും പനമ്പും കെട്ടി മണ്ണിട്ട് ചിറകെട്ടിയ ശേഷമാണ് കൃഷിപ്പണികൾ ആരംഭിക്കുക. വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നടന്ന പൊഴുതുമാട്ടം പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഹരി മഞ്ചറമ്പത്ത് അധ്യക്ഷനായിരുന്നു. പടവ് കമ്മിറ്റി ഭാരവാഹികളായ PA ഹാരിസ് ഹാജി, PM കുഞ്ഞിബാവു ഹാജി, AR രവീന്ദ്രൻ, ബിജോയ് പെരുമാട്ടിൽ, VA ശൈല, TA രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പൊഴുതുമാട്ടത്തെ തുടർന്ന് പടവിലേക്കുള്ള കഴകളെല്ലാം അടച്ചു. എഞ്ചിൻപുരയിൽ മോട്ടോർ പമ്പ് ശനിയാഴ്ച മുതൽ വെള്ളം വറ്റിക്കൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കും. പിന്നീട് കളകൾ നീക്കി യന്ത്രസഹായത്തോടെ നിലം പൂട്ടി നിരത്തും. 310 ഏക്കർ വിസ്തൃതിയുള്ള പടവിൽ ഇത്തവണ ഹൈബ്രിഡ് ഉമാവിത്ത് ഉപയോഗിച്ചാണ് കൃഷി നടത്തുമെന്നും പടവ് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു. പൊഴുതുമാറ്റമാണ് ഇവിടെ നടന്നത്. നാളെ മുതൽ പമ്പിംഗ് ആരംഭിച്ച് വളരെ കൃത്യവും സുതാര്യവുമായി സംരക്ഷിക്കുക, കൃഷിക്കാരുടെ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ആശങ്കകൾ മറികടന്നുകൊണ്ട് അതുപോലെ തന്നെ നല്ല വിളവ് കൃഷിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ആവശ്യമായ പടവ് കമ്മിറ്റിയുടെ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് പണിക്കാരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത്. പൊഴുതുമാട്ടത്തോടെ തൃശൂരിന്റെ നെല്ലറയിൽ നെൽകർഷകരും കർഷക തൊഴിലാളികളും വീണ്ടും 100 മേനി വിളവെന്ന പ്രതീക്ഷകളോടെ സജീവമാവുകയാണ്. TCV ന്യൂസ്, പാവറട്ടി. ഓപ്പറേഷൻ സ്റ്റിൽബേഡിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ 2 ക്രിമിനലുകൾ കൂടി പിടിയിൽ. അന്തിക്കാട് പെരിങ്ങോട്ടുകര കിഴക്കുമുറി അയ്യാട്ടി വീട്ടിൽ രാകേഷ് എന്ന കായ്ക്കുരു രാകേഷ്, വാടാനപ്പള്ളി ഗണേശമംഗലം മേപ്പറമ്പിൽ വീട്ടിൽ ജുഗൽ എന്നിവരെയാണ് അങ്കമാലി പോലീസ് സാഹസികമായി പിടികൂടിയത്. 60ഓളം കേസുകളിലെ പ്രതിയാണ് രാകേഷ്. ഹൈവേ കൊള്ളക്കേസിൽ കർണാടകയിലെ ജയിലിൽ നിന്ന് കഴിഞ്ഞ ജൂൺ അവസാനമാണ് ഇയാൾ പുറത്തിറങ്ങിയത്. 11 കേസുകളിൽ പ്രതിയാണ് ജുഗൽ. കാപ്പ ചുമത്തി ഇയാളെ തൃശൂർ ജില്ലയിൽ നിന്ന് നാട് കടത്തിയിരിക്കുകയാണ്. അങ്കമാലിയിൽ ഹൈവേ കൊള്ള നടത്തുന്നതിന് ഒത്തുകൂടിയ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായ 2 പേരും.
കുന്നംകുളം മത്സ്യമാർക്കറ്റിന് സമീപം അപസ്മാരത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ യുവാവിനെ നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോർക്കുളം അഗതിയൂർ സ്വദേശിയായ സനീഷിനെയാണ് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തിരുനെൽവേലി മന്മൂൻമണിയം സുന്ദരനാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA ആർക്കിയോളജിയിൽ 1ാം റാങ്കോടെ ഗോൾഡ് മെഡലും ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷനും സ്വന്തമാക്കിയ അനീഷയെ കുന്നംകുളം നഗരസഭ ആദരിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, വാർഡ് കൌൺസിലർമാരായ NA ഷനോഫ്, രുദ്ര രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. മേലൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ചുമാറ്റിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP മേലൂർ പഞ്ചായത്ത് കമ്മിറ്റി ധർണ നടത്തി. BJP സംസ്ഥാന കൌൺസിൽ അംഗം KM സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി MG മനോജ്, കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് അനീഷ് ചെന്താമര, വൈസ് പ്രസിഡന്റ് PR ശിവപ്രസാദ്, MM സുനിൽകുമാർ, ലൈജു മാക്കാട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങണ്ടൂർ പോപ്പോൾ മേഴ്സി ഹോമിൽ നവീകരിച്ച ജൂബിലി ഓഡിറ്റോറിയത്തിന്റെ ആശീർവാദവും ഉദ്ഘാടനവും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ പൌരോഹിത്യ സുവർണ ജൂബിലിയും ചടങ്ങിൽ ആഘോഷിച്ചു. സ്ഥാപനത്തിൽ 45 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ KD ജോസഫ് മാസ്റ്റർക്ക് യാത്രയയപ്പ് നൽകി. ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് ചിറ്റ്ലപ്പള്ളി, കൌൺസിലർ മധു അമ്പലപുരം, ഫാദർ ജോജു ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നു കാണുമ്പോൾ. ഉപഭോക്തൃ കോടതി വിധി പ്രകാരം നഷ്ടം നൽകാതിരുന്നതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കുവാൻ ഉത്തരവ്. കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളത്തുള്ള ശ്രീദുർഗയിലെ അജിത, മകൾ അപർണ, ചെറുമകൻ ഇഷാൻ D എന്നിവർ ചേർന്ന് ഫയൽ ചെയ്ത ഹർജിയിലാണ് എറണാകുളത്തുള്ള മലബാർ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉടമയ്ക്കെതിരെ വാറണ്ട് അയക്കുവാൻ ഉത്തരവായത്. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. 172ാം ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടത്തിയ ശ്രീനാരായണ സാഹിത്യ മത്സരങ്ങൾ പ്രൊഫസർ PA വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. ചതയ ദിനാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് TR വിജയരാഘവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CK സുഹാസ്, സാഹിത്യ മത്സരം കൺവീനർ CP രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 80ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വലപ്പാട് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർമാരായ ഫാസിൽ അബൂബക്കർ, ഹിലാസ് സാലിഹ്, സന ഹിലാസ്, CA അരുൺ എന്നിവർ രോഗികളെ പരിശോധിച്ചു. CP ട്രസ്റ്റ് ഭാരവാഹികളായ ഷമീർ മുഹമ്മദ് അലി, അനിൽ പുളിക്കൽ, EK ഗോപിനാഥൻ, രവികിരൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,255 രൂപ, പവന് 1,06,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ UDF LDF കൌൺസിലർമാർ തമ്മിൽ വാക്കേറ്റം. ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് വാക്കേറ്റം. ഗുരുവായൂർ ക്ഷേത്ര വികസനം, ഭൂമി ഏറ്റെടുക്കുന്നതിലെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആശങ്കകൾ പരിഹരിക്കാൻ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മാസ്റ്റർ പ്ലാൻ ഇല്ലാതെ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച വ്യാപാരികൾ. 7 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 32 വർഷം തടവ്. വെള്ളറക്കാട് സ്വദേശി ഇബ്രാഹിമിനെയാണ് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്.
ചേലക്കരയിൽ തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ട വാഹനത്തിലിടിച്ചു മറിഞ്ഞ യാത്രക്കാരന് ദാരുണാന്ത്യം. തോന്നൂർക്കര സ്വദേശി നാരായണൻകുട്ടിയാണ് മരിച്ചത്. വെള്ളാഞ്ചിറ കാൽവരിക്കുന്നിൽ പൂട്ടിക്കിടന്ന വീട് കത്തിനശിച്ചു. വീടിനകത്ത് ജാതിപത്രി ഉണക്കാനിട്ട തീയാണ് വീട്ടിലേക്ക് പടർന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.